പ്രേമപ്പനി. ടൈറ്റിൽ കൊള്ളാം. ലവ് സ്റ്റോറി ആണല്ലേ? അതെ, റൊമാൻസും കോമഡിയും മോട്ടിവേഷനും ഉണ്ട് സാർ. മോട്ടിവേഷനോ? ആ, കുറേശ്ശെ അതുണ്ട്. ഒറ്റ മിനിറ്റ്. ഓ അത് ശരി, ഞാൻ മിനിഞ്ഞാന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്നാണോ വിളിക്കണേ? അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇതുവരെ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. അടുത്ത മാസമല്ലേ കുഞ്ചാക്കോവിൻ്റെ പുതിയ പടം തുടങ്ങാനിരിക്കണം. താൻ ആ ഡയറക്ടറിൻ്റെയോട് എന്നെ ഒന്ന് കാണാൻ പറ, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഓക്കെ ശരി. ഹലോ, തുടങ്ങിയോളെ പ്രിൻസ്? തുടങ്ങാം സാർ. ഒരു പക്ക മിഡിൽ ക്ലാസ് പയ്യനാണ് നമ്മുടെ നായകൻ. അവനും അമ്മയും അവൻ്റെ ചേച്ചി തുടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലി. ആൾക്ക് ഒരു പ്രൈവറ്റ് ഫേമിൽ ചെറിയൊരു ജോലിയുണ്ട്. സീൻ തുടങ്ങുമ്പോൾ നല്ല മഴയുള്ളൊരു വൈകുന്നേരമാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയാണ് നമ്മുടെ നായകൻ. 1 സെക്കൻഡ്. ഹലോ, അതെ ജോൺ തെക്കൻ സാറാണ്. വേണ്ട എടോ, എന്തൊക്കെ പരീക്ഷണയിലും വേണ്ടെന്ന് പറഞ്ഞില്ലടോ. മേല ഇനി കഥാ കോപ്പെന്ന് പറഞ്ഞിട്ട് വിളിച്ചേക്കരുത്. വെക്കടോ ഫോൺ. ഓരോ കോപ്പന്മാരും. അല്ലേ, ഈ പുലിനോട് ഞാൻ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു, മോനെ എനിക്ക് നിന്റെ കഥ ഇഷ്ടമായില്ല, വേറെ ആളെ നോക്കുന്നത്. എന്നിട്ടും ഡെയിലി വിളിച്ച് ശല്യാണ്. എന്റെ പൊന്നു പ്രിൻസ്, എന്റെ അപ്പനായിട്ട് തുടങ്ങിയ സംരംഭം ഇതൊക്കെ. അപ്പം 17 പടം പിടിച്ചു, 15 ഹിറ്റാ. അപ്പനായിട്ടൊരു വാദ ഉണ്ടാക്കിയിട്ടില്ല. അടുത്തത് എന്നെ ഉത്തരവാദിത്തത്തിന് ശേഷമുള്ള ആദ്യത്തെ പടം ഇത് ഹിറ്റടിച്ച് കാണിക്കാന്നുള്ള എന്റെ അഭിമാന പ്രശ്നമല്ലേ. അന്നേരമാണ് ഇവന്മാരൊക്കെ മനസ്സിലാക്കില്ല. ഒരുത്തരം ചീള് ചെക്കനാണേ. പേരെന്താന്ന് പറഞ്ഞു സാറേ? ആരുടെ? എന്റെയോ? അയ്യോ, സാറിൻ്റെ അല്ല, വിളിച്ച ആളുടെ. അവന്റെ പേര് ഞാൻ മറന്നു. ഇവിടെ കോതമംഗലത്തുള്ള പയ്യൻ തന്നെയാ. ആണോ? അത് കളാ. താൻ നമ്മുടെ കഥ പറ. ഓക്കെ സാർ. നല്ല മഴയുള്ളൊരു വൈകുന്നേരം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയാണ് നമ്മുടെ നായകൻ. മഴ ആയതുകൊണ്ടായിരിക്കണം ബസ് സ്റ്റോപ്പിലൊക്കെ നല്ല തിരക്കാണ്. ഇതേ സമയം ദൂരെ നിന്ന് ഷട്ടറൊക്കെ ഇട്ട് ചീറിപ്പാഞ്ഞു വരുന്ന നമ്മുടെ പൂമ്പാറ്റ. ഷട്ടറിട്ട് ചീറിപ്പാഞ്ഞു വരുന്ന പൂമ്പാറ്റയാ? ലവ് സ്റ്റോറി ആണെന്നല്ലേ താൻ പറഞ്ഞേ? ഇതിപ്പോ VFS കുറെ മുടക്കേണ്ടി വരുമല്ലോ. അല്ല സാറേ, പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്സിന്റെ പേരാണ്. ഓ അങ്ങനെ. കണ്ടിന്യൂ. ഈ പൂമ്പാറ്റയുടെ ഫ്രണ്ട് സീറ്റിൽ ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടിരിക്കുകയാണ് നമ്മുടെ നായക. അങ്ങനെ ഈ പൂമ്പാറ്റ ഓടി ഓടി നമ്മുടെ കഥാനായകൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നു. നിർത്ത്. ബാക്കി ഐ വിൽ സേ. ഹെഡ്സെറ്റ് വെച്ച് ലാലാല പാടിയിരിക്കുന്ന നായിക തന്റെ സ്റ്റോപ്പ് എത്തി അറിഞ്ഞിട്ടേ ഇല്ല. ഇതേ സമയം കണ്ടക്ടർ ഓടി വന്ന് അവളുടെ അടുത്ത് പറയുന്നു, മോളെ നിന്റെ സ്റ്റോപ്പ് എത്തി ഇറങ്ങുന്നില്ലേന്ന്. ബസ്സിലുള്ള എല്ലാവരും ഇറങ്ങിപ്പോയെന്ന് വിചാരിക്കുന്ന നായകൻ ബസ്സിലേക്ക് കയറാനായിട്ട് തന്റെ ആദ്യ സ്റ്റെപ്പ് വെക്കുന്നതും ധൃതി പിടിച്ച് തന്റെ ബാഗ് എടുത്തുന്ന നായിക അവനെ ഇടിച്ചിടുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് വെള്ളത്തിലേക്ക് അവൻ വീഴുന്നു. വെള്ളത്തിൽ വീണ് കിടക്കുന്ന അവന്റെ നേർക്ക് അവളുടെ വക ഒരു ഹസ്തദാനം, കൂടി ഒരു ക്രിഞ്ച് ഡയലോഗും, ഐ ആം സോറി. കൂടെ പുട്ടിന് തേങ്ങ എന്ന് പറയുന്ന പോലെ അവന്റെ വക ഒരു ഡയലോഗും. ഇറ്റ്സ് ഓക്കെ. ഇതല്ലേ സംഭവം? സാറ് എന്നെ കാണാനായിട്ട് പറയണ്ടല്ല. അത് കളാ. സംഭവം കറക്റ്റ് അല്ലേ? ഇതുവരെ കറക്റ്റാണ് സാർ. പക്ഷെ ഇനി അങ്ങോട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എടോ, ഒന്നാമതൊരു ലവ് സ്റ്റോറി. പോരാത്തതിന് നായികയുടെയും നായകന്റെയും ഫസ്റ്റ് മീറ്റിംഗ് തന്നെ പ്രിഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് പുതുമയൊന്നും തോന്നിയില്ല. അല്ല സാർ, ബാക്കിയും കൂടെ ഒന്ന് കേട്ടിട്ട്. വേണ്ടടോ, എനിക്ക് ആ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അങ്ങ് പോയി. പ്രിൻസ് ഒരു കാര്യം ചെയ്യാം, വേറൊരു സബ്ജക്റ്റ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വർക്ക് ചെയ്തോണ്ട് വാ, നമുക്കപ്പോൾ നോക്കാം. ഓക്കെ സാർ. സാർ, ഞാൻ ഈ സ്ക്രിപ്റ്റിൻ്റെ ഫുൾ വേർഷൻ ഇമെയിൽ ചെയ്തിട്ടുണ്ടായി. സാർ ഫ്രീ ആവുമ്പോൾ എപ്പോഴെങ്കിലും അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പറയാമോ? ശരി. ഓക്കെ സാർ.
എടാ ഇത് ഞാനാ, അനുവാണ്. മനസ്സിലായി. നമ്പർ ഡിലീറ്റ് ചെയ്യാൻ മാത്രം പ്രശ്നമൊന്നുമില്ല എനിക്ക് എന്നോട്. നിനക്ക് നിനക്ക് സുഖാണോ? നീ എന്നെ കളിയാക്കണോ? കളിയാക്കാനാ ഞാനാ? എന്റെ ഊള ഫോർമാലിറ്റി ആയിട്ട് ചിരിച്ചു പോയതാണ്. അനു, ജസ്റ്റ് കട്ട് ദ ക്ലാപ്പ്. നീ വിളിച്ച കാര്യം പറ. എടി കല്യാണം വിളിക്കാനാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. എടാ ഞാൻ എക്സിന്റെ കല്യാണത്തിനായി ഹീറോയിസം കാണിക്കണ മാസ് ഹീറോസ് ഒക്കെ സിനിമയിലുള്ളു. എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. എടാ കല്യാണമൊന്നും അല്ല. പിന്നെ ഹലോ, കേക്കാൻ പാടില്ലേ? എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. എടി ഒന്നും രണ്ടും അല്ല, 3 കൊല്ലമാണ്. 3 കൊല്ലമാണ് നീ എന്റെ പാഴാക്കിയത്. 6 മാസമായിട്ട് നമ്മളെല്ലാം പറഞ്ഞു നിർത്തിയിട്ട് ഇനി ഡ്രാമ വേണോ? എടാ പ്ലീസ് ചേട്ടാ, ഒരു മസാല ദോശ. ഒരു മസാല. എടാ എന്റെ കാര്യം മാത്രമല്ലല്ലോ, നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതല്ലേ ഡൽഹിയിൽ. നീ എനിക്ക് വേണ്ടിയല്ലേ പോവായിരുന്ന? നമ്മൾ രണ്ടാളും തെറ്റല്ലല്ലോ. ഓഹോ, അപ്പൊ ഇപ്പൊ സാഹചര്യം മാറിയാ? എന്നൊരു കാര്യം ചെയ്യും, ഞാൻ ടൗണിലുണ്ട്, ഞാൻ വുഡ്ലാൻഡ്സ് റെസ്റ്റോറൻറ്റിലുണ്ട്. നീ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു, നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാം. എന്തേ പറ്റൂലേ? എടാ അതാ ഞാൻ പറഞ്ഞേ, കയ്യാലപ്പുറത്തിരിക്കണ തേങ്ങയായിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരു താല്പര്യമില്ല. അനു, we don't have a future together, man. ഇനി എന്നെ വിളിക്കണ്ട. ഇതേതേ പുതിയ മാറണം? എക്സ്ക്യൂസ് മീ, ഇത് ഞാൻ ഓർഡർ ചെയ്തത്. ഓ, ഇവൾക്കിനി ചെവിയും കേട്ടൂടെ? ഹലോ കൊച്ചേ, ചുമ്മാ ആളെ വടിയാക്കല്ലേ. നിർത്തിക്കേ, എണീറ്റേ. ആഹാ, അത്രക്കേ? ദൈവമേ, മൂർഖനാണ് ചോട്ടി. ഇതേതൈവൻ? ഇത് പാക പണിയായല്ല. ഇവ പോണില്ലേ? ഇരുന്നാല അല്ലേ പോണു, അല്ലേ ഇരിക്കാം. ഇവിടെ ഇരിക്കണു. എന്താ എന്റെ ഉദ്ദേശം? എന്റെ ദോശ, എന്റെ പാത്രം, എന്റെ പൈസ തിന്നോക്കിയോള്. കാണാൻ തിരക്കേടില്ല. ഇവളും തന്നെ സ്കാൻ ചെയ്യണം. അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങോട്ട് കയറി മിണ്ടിയാലോ?
കൊണ്ടാറങ്ങാനായിട്ട് വിശന്നിട്ടും പാടില്ല. അല്ലെങ്കിൽ വേണ്ട, കോഴിയെന്നെങ്ങാനും വിചാരിച്ചാലോ? എന്തിപ്പോ ചെയ്യാ? ആ എൻ്റെ ദോശയല്ലേ, ഞാൻ കഴിക്കും. അങ്ങനെ മര്യാദയ്ക്കുക. വെള്ളം കിട്ടും. ഒരെണ്ണം കൂടെ എടുത്താലാ. ചിരിക്കണം. ഇതെന്ത്? ഇങ്ങനെയല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. എന്തേലാവട്ടെ. ഒരെണ്ണം കൂടി എടുത്താലാ. നല്ല വിശപ്പുണ്ട്. അല്ലേ ചോദിക്കണോ? വേണോ? ദേ കുട്ടി ചിരിക്കണു. അതുകൊണ്ട് ഇനിയിപ്പോ ചോദിക്കണ്ടായിരിക്കുമല്ലേ? ഇനി കുട്ടിക്ക് മനസ്സിലായി എൻ്റെ ആണെന്ന്. മനസ്സിലാവില്ല. ദേ ദോശ മുറിക്കണു. ഇതെന്ത് കളി? ആഹാ, ഭാഗ്യം. കഴിച്ചതിൻ്റെ ബാക്കി തന്നിട്ടില്ല, തൊടാത്ത തന്നത്. തച്ചിനിരുന്ന് എൻ്റെ ദോശ കഴിച്ചിട്ട് എനിക്ക് പകുതി തന്നെ. കഴിക്കി ജ്യൂസ് കഴിക്കി. ഞാൻ ചിരിക്കണം. ഓക്കെ, ഇവിടെ എന്തിനാ ചിരിക്കണം? ചേട്ടാ, ഒരു ചായ. ഒരെണ്ണം മതിയോ? അത് ശരി, നമുക്കൊന്നും ഇല്ലല്ലേ. ചേട്ടാ, ഒന്നല്ല രണ്ട് ചായ. രണ്ടാ? മധുരം കൂട്ടി. ദൈവമേ. പേര് ചോദിച്ചാലാ? ഞാൻ ഒരു സെക്കൻഡേ. ഹലോ സാറേ. താൻ തിരക്കിലായിരുന്നോ? ഇല്ല സാറേ, പറഞ്ഞു. തൻ്റെ സ്ക്രിപ്റ്റ് മുഴുവൻ ഞാൻ വായിച്ചു. തൃശ്ശൂർക്കുള്ളൊരു യാത്രയിലായിരുന്നേ. ബോറടിച്ചപ്പോൾ വെറുതെ എടുത്ത് വായിച്ചതാ. പക്ഷെ ഉള്ളത് അതുപോലെ പറയണമല്ലോ. ആ കഥ ശരിക്കും എന്നെ ഹുക്ക് ചെയ്തു. ആത്മാവുള്ളൊരു നല്ല കഥ നമുക്കിത് ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. താൻ ഇന്ന് രാവിലെ വന്ന് പറഞ്ഞ സീൻ, ഏത് ആ നായികയും നായകനും കണ്ടുമുട്ടുന്ന ആദ്യത്തെ സീനില്ലേ,
അത് മാത്രം താനൊന്ന് റിവർക്ക് ചെയ്തോണ്ട് വാ. അതും കൂടെ ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് ആർട്ടിസ്റ്റിൽ കണ്ടു തുടങ്ങാം. എല്ലാം ശരിയാവുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാസം തന്നെ ഷൂട്ടിംഗ് തുടങ്ങാം. സാറേ ഫസ്റ്റ് സീനല്ലേ? അത് ഞാൻ റെഡിയാക്കാം സാറേ. താങ്ക് യു സാർ, ഒരുപാട് സന്തോഷം. അപ്പൊ പണി ഉഷാറാവട്ടെ. ഷുവർ സാർ. അഡ്വാൻസ് ഞാൻ വൈകിട്ടത്തേക്ക് ഇട്ടേക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സാർ. തെളിഞ്ഞ മാനം, ഉദിച്ച മോഹം, ഉയർന്ന രാഗം, ഒരു ദോഷ തന്ന പ്രേമം. വീണുപോയ മനമേ, ഉള്ളിലുള്ള നിനവേ, മുന്നിലുള്ള കനവായി ഒരു ദോഷ തന്ന പ്രേമം. ഇടനെഞ്ചു കുലുക്കും നേരം, കാതിൽ തേൻകിലുക്കം, മനസ്സുമിടിക്കും താളം, കണ്ണിൽ മിന്നി തിളങ്ങും കാലം. കണ്ണിലാണേൽ വെൺചിരി, ചുണ്ടിലാണേൽ പുഞ്ചിരി, നെഞ്ചിലാണേ നെഞ്ചിരി, കുഞ്ചലാണേ ഈ പിരി. തെളിഞ്ഞ മാനം, ഉദിച്ച മോഹം, ഉയർന്ന രാഗം, ഒരു ദോഷ തന്ന പ്രേമം. വീണുപോയ മനമേ, ഉള്ളിലുള്ള നിനവേ, മുന്നിലുള്ള കനവായി ഒരു ദോഷ തന്ന പ്രേമം. ഇടനെഞ്ചു കുലുക്കും നേരം, കാതിൽ തേൻകിലുക്കം, മനസ്സുമിടിക്കും താളം, കണ്ണിൽ മിന്നി തിളങ്ങും കാലം. കണ്ണിലാണേൽ വെൺചിരി, ചുണ്ടിലാണേൽ പുഞ്ചിരി, നെഞ്ചിലാണേ നെഞ്ചിരി, കുഞ്ചലാണേ ഈ പിരി. ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ കോളേജ്. എടാ അത് പറഞ്ഞപ്പോ നമ്മളന്ന് ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടില്ലേ? അന്ന് ഭയങ്കര വിഷമത്തിലായിരുന്നല്ലോ. എന്ത് പറ്റി? അതന്ന് ഞാൻ സി ചെയ്തെന്ന കാര്യം അറിയാലോ, അതിന്റെ റിസൾട്ട് വന്നായിരുന്നു. എന്നിട്ട് പൊട്ടി. പൊട്ടി. അതിന്റെ വിഷമത്തിൽ ഇരുന്നപ്പോഴാ ഒരുത്തം മസാല ദോശ കൈയിട്ട് വരാൻ വന്നത്. പ്രേമലോല ജ്വാല,
അസുലഭ ശോഭയേകും ശീല പ്രേമരോഗലീല ഇത് ജീവൻ ടോണുജാല. എന്റെ കഥയിലെ കൊച്ചിന്റെ അതേ ചായ അതാ ഞാൻ നോക്കി. ശരിക്കും പ്രേമലോല ജ്വാല ശരിക്കും അസുലഭ ശോഭയേകും ശീല പ്രേമരോഗലീല ഇത് ജീവൻ ടോണുജാല. സ്നേഹബാല്യലീല സുരഭില ധൂമകേതുമാല കാവ്യലോകശീല ഇത് ഓവർടൈം കുശാല. ഉയിരിന്നും ഉന്മാദമുലകിന്നും അനുരാഗം ഇനിയെന്നും അന്മാദമായി കണ്ണിലാണേൽ വെൺചിരി ചുണ്ടിലാണേൽ പുഞ്ചിരി നെഞ്ചിലാണേൽ നെഞ്ചിരി കുഞ്ചലാണേ ഈ പിരി. ഇതാരാ? അങ്ങോട്ട് ഇത് സൂപ്പർ സീനിയർ ആയിരുന്നു. മിസ് കണ്ടിട്ടില്ലേ? സൂപ്പർ. ഏതായിരുന്നു? ഡിഗ്രി ഏതായിരുന്നു? MSc MSc ഏതായിരുന്നു സബ്ജക്റ്റ്? തെളിഞ്ഞ മാനം ഉദിച്ച മോഹം ഉയർന്ന രാഗം ഒരു ദോഷ തന്ന പ്രേമം. വീണുപോയ മനമേ ഉള്ളിലുള്ള നിനവേ മുന്നിലുള്ള കനവായി ഒരു ദോഷ തന്ന പ്രേമം. ഇടനെഞ്ചു കുലുക്കും നേരം കാതിൽ തേങ്കിലുക്കം മനസ്സുമിടിക്കും താളം കണ്ണിൽ മിന്നി തിളങ്ങും കാലം. കണ്ണിലാണേൽ വെൺചിരി ചുണ്ടിലാണേൽ പുഞ്ചിരി നെഞ്ചിലാണേൽ നെഞ്ചിരി കുഞ്ചലാണേ ഈ പിരി. കണ്ണിലാണേൽ വെൺചിരി ചുണ്ടിലാണേൽ പുഞ്ചിരി നെഞ്ചിലാണേൽ നെഞ്ചിരി കുഞ്ചലാണേ ഈ പിരി. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തൻ ഏതോ തേരിൽ താൻ വന്നിട്ട് കുറെ നേരം ആയോടോ? ഇല്ല സാറേ. തൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഞാൻ വായിച്ചു. ദോഷക്കള്ളൻ്റെ പ്രേമം കൊള്ളാം. ഇത് റിയൽ സ്റ്റോറി വല്ല ആണോടോ? അല്ല സാർ. നമുക്കിത് ചെയ്യാം. ചെയ്യാം സാർ, ചെയ്യാം. ഹലോ, ഫ്രഷ് സബ്ജക്റ്റ് തേങ്ങ കൊലാം. ഇനി മേലെ ഈ നമ്പറിൽ വിളിച്ചാൽ നീ വിവരം അറിയും. വെക്കട ഫോൺ. ഇത് മറ്റവനാ, ആ എക്സ്പെരിമെന്റൽ ഭ്രാന്തൻ. സാർ അയാളുടെ പേരെന്താന്ന് പറഞ്ഞു? അവന്റെ പേര് ജോയലോ? ആ, ജോയൽ ബേസിൽ. ആ നോക്കി, ഞാൻ CA പാസ്സായി. നോക്ക്, CA പാസ്സായെന്ന്. അയ്യോ, എടാ